നാളത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഒരു എവിക്ഷൻ തന്നെയാണ്. നാളെ ഒരാളെ പുറത്താകുന്ന കാര്യം ലാലേട്ടൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു എവിക്ഷൻ നടന്നിട്ടുണ്ട്, ഒരാൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. അത് ആരാണ് എന്ന് നമുക്ക് നാളെ ലൈവായിട്ട് നടക്കുമ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എപ്പിസോഡ് കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്ഡേറ്റ്സുകൾ വരുന്നതാണ്. ആദ്യം തന്നെ ലാലേട്ടൻ എവിക്ഷനിലുള്ള എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. ഒന്ന് കാണട്ടെ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എവിക്ഷനിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. അതിൽ നിന്നും ഒരാളെ ലാലേട്ടൻ ആദ്യം തന്നെ സേവ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നൂറ എവിക്ഷൻ ലിസ്റ്റിൽ ഇല്ലായിരുന്നു. നൂറ ഫിനാലെ വീക്കിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ലാലേട്ടൻ ഡ്രാമാറ്റിക് ആയിട്ട് അനിമോളെ അങ്ങ് സേവ് ചെയ്യുന്നു. അങ്ങനെ അനിമോളും നൂറയും ആദ്യം തന്നെ ഫിനാലെ വീക്കിലേക്ക് കയറി കഴിഞ്ഞു. ഇനി ബാക്കി നിലവിൽ 6 പേരാണുള്ളത്. ആ 6 പേരിൽ ഒരാൾ പുറത്തേക്ക് പോകുന്നതാണ്. അതാരാണ് എന്ന് നമുക്ക് നാളെ അറിയാം. ഒരാളോ 2 പേരോ ആളോ പോകുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരാൾ പുറത്തു പോയ കാര്യമാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. അപ്പോൾ ഫിനാലെ വീക്കിൽ ടോട്ടൽ 7 പേര് വരുന്നതായിരിക്കും. അപ്പോൾ അതിലൊരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകും എന്തായാലും. നിലവിലുള്ള 6 പേരിൽ അനിമോൾ ഒഴികെ ബാക്കി നോമിനേഷൻ ലിസ്റ്റിലുണ്ടായിരുന്ന 6 പേരിൽ ആര് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.